വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. എന്തോരം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കഴിച്ചു പോവും. ചൂട് ചായയുടെയും കാപ്പിയുടെയും കൂടെ എല്ലാം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഈ റെസിപ്പി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത്. ദോശയും ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്ന സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ബൗളിൽ 1 കപ്പ് പച്ചരിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നെന്നുള്ള അളവിൽ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കണം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം അരയ്ക്കാനായിട്ട് കുതിരാൻ വയ്ക്കുന്ന പോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കണം. അപ്പോൾ 1 കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്നുപരിപ്പും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് രണ്ടും. ഇപ്പോൾ അതിവിടെ രണ്ടും ഞാനൊന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരയ്ക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കുക. 4-5 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ കുതിരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം സമയമാകുമ്പം ഇത് തുറന്നിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ 5-6 മണിക്കൂർ ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം അരയ്ക്കുന്ന പോലെ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇട്ടതും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കാനും പോകുന്നത്. ആദ്യം ഉഴുന്നാണ് അരച്ചു കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അതിലെ വെള്ളം ഫുള്ള് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളം കുറച്ച് വെള്ളമുണ്ട്, അത് വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ ഫുള്ള് നല്ല സോഫ്റ്റായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ശരിക്കൊന്ന് അരയ്ക്കാനായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നിവിടെ ശരിക്ക് ഒന്ന് സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇങ്ങനെ അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഉഴുന്നുമാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഉഴുന്ന് അരച്ച പോലെ തന്നെ നമുക്ക് അരിയും ഒന്ന് അരച്ചെടുക്കാം. അരി നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ അരയ്ക്കണമെന്നില്ല. അരി കുറച്ച് തരിതരിപ്പോട് കൂടി മാത്രം അരച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരിയും ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഉഴുന്ന് അരച്ചെടുത്ത പോലെ തന്നെ അരിയും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് അരയ്ക്കുന്ന സമയത്തൊന്നും സാധനങ്ങളൊന്നും വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. നമ്മളിത് കുതിരാനായിട്ട് ഒഴിച്ചു വെച്ച വെള്ളം എടുത്തിട്ട് തന്നെയാണ് ഇത് അരിയും അരച്ചെടുക്കുന്നത്. അരി കുറച്ച് തെളിതിരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഉഴുന്ന് പോലെ നല്ല സോഫ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരിയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ അരിയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു കൂട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് മുരിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്നും വല്ലാതെ മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിയാലും മതി. നമുക്ക് എന്തായാലും മാവിൻ്റെ കൂടേക്ക് കൂട്ടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വാടിയപ്പം 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും 2 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ശരിക്കും ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇതൊന്നും വെന്ത് അങ്ങനെ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി ഇതിന് ശേഷം ഇത് നേരെ നമുക്ക് കൂട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വഴറ്റിയെടുത്തിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ.
അപ്പോൾ ഈ മാവിലേക്കും കൂടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാവിലേക്കും കൂടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഉണ്ണിയപ്പച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പം. അപ്പോൾ ഈ മാവ് ശരിക്കും ഇതിലേക്ക് കുഴികളിലേക്ക് വീഴാൻ പാകത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് ഈ ഓരോ കുഴിയിലും നിറച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ഓരോ കുഴിയിലേക്കും നമുക്കിതുപോലെ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അതാ ഇവിടെ എല്ലാ കുഴിയിലും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വല്ലാതെ ബ്രൗൺ കളറ് ഒന്നും ആകേണ്ട ആവശ്യമില്ല. അകമെല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഈ 2 പ്രാവശ്യം ഓരോ സൈഡും ഈ 2 പ്രാവശ്യം വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇത് ശരിക്കും ഒന്ന് ആയി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും കളർ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയാലും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കോരി മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഇതൊന്ന് കോരിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പയിലേക്കാണ് കേട്ടോ കോരി മാറ്റുന്നത്. അപ്പോൾ ഇത് ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിതിൻ്റെ എണ്ണയെല്ലാം ശരിക്കും പോയി കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഇവിടെ ഞാൻ അതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഇത്രയും കുഴിയിൽ നമ്മൾക്ക് ഗ്ലാസ്സിലാണ് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഒട്ടും പുറത്തൊന്നും പോവാതെ ഇരിക്കാനായിട്ട് ഗ്ലാസ്സിൽ മാവ് ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അടുത്തതും ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത സെറ്റും ഇതുപോലെ ഒന്നിങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചായയുടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചായപ്പലഹാരം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായപ്പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ പുറം ഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായപ്പലഹാരമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. റെസിപ്പി ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ചായപ്പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഏതെങ്കിലും കറികളുടെ റെസിപ്പിയൊക്കെ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും. താങ്ക്